ഹായ് മക്കളെ, എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ യൂണിറ്റിലെ ആയുരാരോഗ്യ സൗഖ്യം എന്ന ഭാഗത്തെ നിലനിൽപ്പിയം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ടീച്ചർ അതൊന്ന് വായിക്കാം. പല്ലു തേച്ച് പ്രാതലിനിരുന്നു. ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡ്ഡലികൾ. 2 ഇഡ്ഡലി ചട്നിയിൽ മുക്കിത്തന്നു. 2 എണ്ണം പൊടി കൂട്ടിത്തന്നു. 2 എണ്ണം മുളകരച്ച് കൂട്ടിത്തന്നു. 2 എണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു. 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. പഴയരി ചോറ്, വെണ്ടയ്ക്ക സാമ്പാർ, ഇളവനും പച്ചമുളകും ചേർത്ത് ഓലൻ, വഴുതനങ്ങയും ഉള്ളിയും ചേർന്നുള്ള മെഴുക്ക് പുരട്ടി, കടുമാങ്ങ, പപ്പടം, മോര് ഉണ്ടു. അട്ടം മുട്ടുന്നതുവരെ ഉണ്ടു. ട്രാൻസിസ്റ്ററും എടുത്ത് കിടപ്പുമുറിയിൽ പോയി. റേഡിയോ തലയ്ക്ക് വെച്ച് കിടന്നു. തിരുവനന്തപുരം തൃശ്ശൂർ നിലയത്തിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാദേശിക വാർത്തകൾ കേട്ടു. തൊഴിലാളി മണ്ഡലം തുടങ്ങിയപ്പോൾ ബോധം കെട്ടു. 2 മണിക്ക് പ്രക്ഷേപണം അവസാനിച്ചപ്പോൾ ബോധം തിരിച്ചു കിട്ടി. 3 മണിവരെ കിടന്നുറങ്ങി. 3:30 ചായ, പലഹാരം, അരിയും ഉഴുന്നും മുളകും ഉള്ളിയും ഉപ്പും പരുക്കനായി അരച്ച് മുരിങ്ങയില ചേർത്ത് നിർമ്മിച്ച അപ്പമായിരുന്നു. 3 എണ്ണം തിന്നു. തളരുവോളം ചായ കുടിച്ചു. സായന്തനത്തിൻ്റെ പുറത്ത് സവാരിക്കിറങ്ങി. ബഹുദൂരം നടന്നു. വഴിക്ക് ആരോടും മിണ്ടിയില്ല. സന്ധ്യയ്ക്ക് ഗൃഹം പോകി. അസന ഏലാതി എണ്ണയും ചന്ദന സോപ്പും തേച്ചു കുളിച്ചു. 8 അത്താഴം. ചപ്പാത്തിയും ഉരുളൻ കിഴങ്ങും പാലും. 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു. ജീവിതത്തിൽ കൃതകൃത്യത അനുഭവപ്പെട്ടു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു, തിന്നേണ്ടതെല്ലാം തിന്നിരിക്കുന്നു. ഇനി മരിക്കാം. ഇതൊരു ചാൻസാണ്. മരിക്കാൻ കിടന്നു. യഥാസമയം മരിച്ചു. പുലർച്ചെ ശവമെടുത്തു. വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോൾ പയ്യൻ ശവമഞ്ചവാഹകരോട് ചോദിച്ചു, അവിടെയും രാവിലെ ഇഡ്ഡലി തന്നെയല്ലേ? ഇനി നമുക്ക് ചെറുകഥയുടെ ആശയമൊന്ന് നോക്കാം. വടക്കേ കൂട്ടാല നാരായണൻകുട്ടി നായർ എന്ന VKNൻ്റെ ഒരു കഥയാണ് നിലനിൽപ്പിയം. സ്വന്തം കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരു പ്രയോജനവുമില്ലാതെ ജീവിക്കുന്നവരെ പരിഹസിക്കുകയാണ് അദ്ദേഹം ഈ കഥയിലൂടെ. രാവിലെ എഴുന്നേറ്റ് പല്ലു തേച്ച് കാപ്പിയൊക്കെ കുടിച്ച് ഉച്ചയ്ക്ക് ധാരാളം വിഭവങ്ങൾ കൂട്ടിയുള്ള സദ്യയൊക്കെ കഴിച്ചു വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ് നമ്മുടെ ഇതിലെ കഥാപാത്രം എന്ന് പറയുന്നത്. ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 3:30 ഉണർന്നുടനെ മദ്യവരുവോളം ചായ കുടിക്കുന്നു. അതോടൊപ്പം തന്നെ പലഹാരങ്ങളും കഴിക്കുന്നു. വൈകുന്നേരം സവാരിക്ക് ഇറങ്ങുന്നു. സന്ധ്യയ്ക്ക് വീട്ടിലെത്തിയ ശേഷം ആയുർവേദ എണ്ണയും തൈലവും സോപ്പുമെല്ലാം തേച്ച് കുളിക്കുന്നു. ഇത്തരത്തിൽ മേലനങ്ങാതെ മരണം വരെ മൂക്കുമുട്ട ഭക്ഷണം കഴിച്ച് സമൂഹത്തിനോ കുടുംബത്തിനോ ആർക്കും തന്നെ ഒരു ഉപയോഗവുമില്ലാതെ സുഖലോലുപരായി ജീവിക്കുന്ന ചില വിഭാഗത്തെ ആക്ഷേപിക്കുകയാണ് കഥാകൃത്ത് ഈ കഥയിലൂടെ. ഈ ഒരു ചെറിയ കഥയുടെ ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.